എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് പേരുടെ അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് നമ്മൾ ആ ഒരു യൂട്യൂബ് ചാനൽ തന്നെ മൊത്തത്തിൽ റിമൂവ് ആവാനുള്ള അല്ലെങ്കിൽ ടെർമിനേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു 10 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ മാത്രമല്ല, ഇനി നിങ്ങൾ യൂട്യൂബ് ചാനൽ വീഡിയോസ് ഇടുന്നത് എപ്പോഴൊക്കെയാണോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. അതേപോലെ തന്നെ അത് ഫോളോ ചെയ്യുകയും കൂടെ വേണം കേട്ടോ. അപ്പൊ എന്താണ് നമ്മൾ ഈ ഒരു 10 കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് വേഗം തന്നെ നോക്കാം. യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂട്യൂബിന്റെ തന്നെ ഒരുപാട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് മാത്രമേ നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താണ് ഒരു ചാനൽ ആവശ്യമായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ചാനൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് പോയി കണ്ടു നോക്കാം. അപ്പൊ മെയിൻ ആയിട്ട് ഒരു ചാനൽ തുടങ്ങാൻ ഒരു മെയിൽ ഐ ഡിയും ഒരു പാസ്വേഡ് മാത്രം മതിയാവും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. പണ്ടൊക്കെ അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഒരു മെയിൽ ഐ ഡി വെച്ചിട്ടായിരുന്നു ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു മെയിൽ ഐ ഡി ഉണ്ട്. നമ്മളൊരു യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഓൾറെഡി ആ ഒരു മെയിൽ ഐ ഡി അവിടെ തന്നെ യൂട്യൂബ് ചാനലായിട്ട് ഉണ്ടാവും. അതൊരു ചാനലായിട്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മളെ ചാനലിന്റെ നെയിമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മാത്രം മതിയാവും. ഓൾറെഡി ഒരു ചാനൽ എല്ലാവർക്കും ഇപ്പൊ ക്രിയേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതാണ് ഈ ഒരു 2024 മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. മുന്നേ അങ്ങനെ നമുക്ക് എക്സ്ട്രാ ഒരു ചാനൽ നമ്മൾ എന്താണ് ക്രിയേറ്റ് ചാനൽ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ ഈ ഒരു കാലത്തിൽ നമുക്ക് എന്താണ് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി നമ്മളൊരു ചാനൽ അവിടെ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അതിന്റെ പേരും കാര്യങ്ങളൊക്കെ മാറ്റി വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയാവും. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഡെയിലി എന്താണ് ഒരു വീഡിയോ വെച്ചിട്ടെങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതായത് മുമ്പത്തെ ഒരു 4-5 വർഷം മുന്നേ ഒന്നും ഒരു യൂട്യൂബ് ചാനലിന് എന്താണ് ഷോർട്സ് വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലോങ് വീഡിയോ മാത്രമേ ഇടാൻ വേണ്ടി പറ്റുന്നുണ്ടായിട്ടുള്ളൂ. ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂർ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലോങ് വീഡിയോനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മിനിമം ദിവസം ഒരെണ്ണം വെച്ചിട്ടെങ്കിലും എന്താണ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ പലർക്കും തോന്നും എങ്ങനെയാണ് ഒരെണ്ണം വെച്ചിട്ട് അപ്ലോഡ് ഓരോരോ ദിവസം ഓരോരോ വീഡിയോ എടുക്കേണ്ടതെന്ന് ചിലപ്പോൾ ചിന്തിക്കുന്ന ആൾക്കാരാവും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിർബന്ധമായിട്ട് ഒരു ഷെഡ്യൂൾ ആക്കി വെക്കാൻ വേണ്ടി പറ്റും. അത് എങ്ങനെ ഷെഡ്യൂൾ ആക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിലായിട്ട് പറയാം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ഒരു ഓഡിയോയും നമ്മളെ എന്താണ് പുറത്തുനിന്നുള്ള ഒരു ഓഡിയോ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിനകത്ത് എന്താണ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ലോങ് വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ മസ്റ്റായിട്ടും വീഡിയോസിന് ഇപ്പോൾ എക്സ്ട്രാ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് യൂട്യൂബിന്റെ തന്നെ ഓഡിയോ ഫ്രീ ലൈബ്രറി ഉണ്ട്. അതിൽ പോയിട്ട് മാത്രം നമുക്ക് എന്താണ് മ്യൂസിക് ഡൗൺലോഡ് ചെയ്തിട്ട് ആ വീഡിയോ അത് മാത്രമേ നമുക്ക് എന്താണ് വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും തരത്തിൽ മ്യൂസിക് ആയിട്ടോ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് എക്സ്ട്രാ ഏതെങ്കിലും ഒരു പാട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആ ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഞാൻ ആദ്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇതുപോലെ എക്സ്ട്രാ ഒരു ഷോർട്ടായിരുന്നു ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായത്. അപ്പൊ ഞാൻ എക്സ്ട്രാ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്പൊ തന്നെ എന്റെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്തു, ഫുൾ ബാൻ ആയിപ്പോയി. ഫുൾ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എന്താണ് ഒരു മെയിലൊക്കെ അയച്ചതിന് ശേഷമാണ് എനിക്ക് എന്റെ അക്കൗണ്ട് തിരിച്ചു കിട്ടിയത്. അപ്പൊ അത് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെഡ്യൂൾ ആക്കി വെക്കുക. ഏതൊരു വീഡിയോ ഇപ്പോൾ ഒരു ദിവസം 2-3 വീഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ഷെഡ്യൂൾ ആക്കി വെക്കുക. ഇപ്പൊ നമുക്ക് ലോങ് വീഡിയോ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അതിന് പകരം നിങ്ങൾ ലോങ് വീഡിയോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ഡെയിലി ഇടുക. ഡെയിലി ഷോർട്ട് വീഡിയോ ഇട്ടാൽ മാത്രമേ നിങ്ങളെ പിന്നെ യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സ് വരികയുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളെ മോണിറ്റൈസേഷൻ എന്ന ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പൊ ഡെയിലി ഒരു ഷോർട്ട് വെച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഷോർട്ട് എപ്പോഴും ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ദിവസം എന്താണ് ഒരു വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അതേപോലെ ഷെഡ്യൂൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്താണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കമന്റ്സിന് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള റിപ്ലൈ കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു വെയിറ്റ് ലോസിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കമന്റ് എന്തെങ്കിലും ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ലോങ് വീഡിയോ എപ്പോഴും ഇടാനായിട്ട് പറ്റില്ല. അപ്പൊ ഷോർട്ട് വീഡിയോയിൽ നമുക്ക് ഇടുക. ഡെയിലി ട്രെൻഡിങ് ആയിട്ട് വരുന്നത് ഒരുപാട് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സമയം എടുത്തുകൊണ്ട്
ആ വീഡിയോ അപ്പം തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അപ്പം തന്നെ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഈ ഒരു യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും ഒരു നിശ്ചിത സമയത്ത് മാത്രം വീഡിയോസ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ദിവസവും ഒരേ ടൈമിൽ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇപ്പൊ രാവിലെ ഒരു വീഡിയോ രാവിലെ 7 മണിക്കാണ് ഇട്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയും അതേപോലെ തന്നെ 7 മണിക്ക് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഓരോ ടൈമിലും മാറ്റി മാറ്റി ഇട്ട് നോക്കുക. എന്നിട്ട് ഏത് സമയത്താണോ കൂടുതൽ നമുക്ക് റീച്ച് കിട്ടുന്നത് ആ സമയങ്ങളിലായിട്ട് നമ്മളെ വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. പിന്നെ അതേപോലെ തന്നെ നെഗറ്റീവ് കമന്റ്സ് നമ്മൾ ഒരു യൂട്യൂബറിനെ സംബന്ധിച്ച് യൂട്യൂബ് മാത്രമല്ല ഇനി ഏതൊരു വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞാൽ നമുക്ക് വിചാരിക്കാത്ത വീഡിയോക്ക് വിചാരിക്കാത്ത പോലത്തെ നെഗറ്റീവ് കമന്റ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഒരു യൂട്യൂബ് നിങ്ങൾ വിജയിക്കണം, നിങ്ങൾക്ക് ഒരു വരുമാനം വന്നു തുടങ്ങണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും തന്നെ നെഗറ്റീവ് കമന്റിന് റിപ്ലൈ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അതെപ്പോഴും നല്ല രീതിയിൽ തന്നെ റിപ്ലൈ കൊടുക്കുക. അതേപോലെ തന്നെ നെഗറ്റീവ് കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മൈൻഡ് ചെയ്യാതിരിക്കുക. അത് കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും തളരാതിരിക്കുക. കാരണം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതേപോലെ ഞാൻ മോശമായിട്ടുള്ള ഒരു വീഡിയോ ഒരു കാര്യങ്ങളൊന്നും ഒരു യൂട്യൂബ് ചാനൽ ഇട്ടിട്ടില്ല, എവിടെ ഇടില്ല. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് രാവിലെ ഇങ്ങനെ ജസ്റ്റ് നോക്കി ആദ്യം തന്നെ കാണുന്ന കമന്റ് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ആ ഒരു ദിവസം മൊത്തം പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അപ്പോൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണ് ഈ നെഗറ്റീവ് കമന്റിനൊക്കെ തരണം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ നെഗറ്റീവ് കമന്റുകൾ ആലോചിച്ച് ഒരിക്കലും നിങ്ങളെ യൂട്യൂബ് ചാനൽ എന്ന മോഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമാനം നേടണം എന്നുള്ള മോഹം ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കരുത്. അപ്പൊ നെഗറ്റീവ് കമന്റ് നിങ്ങൾ മൊത്തത്തിൽ ഒഴിവാക്കേണ്ടത് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും വീഡിയോസ് നമ്മൾ എടുക്കുന്ന സമയത്ത് നേരത്തെ തന്നെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ച് അത് ഷെഡ്യൂളാക്കി വെക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ കൃത്യസമയത്തിന് ഇടാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ കൂടുതൽ ആൾക്കാർ ഒഴിവുള്ള സമയത്ത് ഇപ്പൊ ഏകദേശം രാവിലെ ടൈമുള്ള ആൾക്കാർ കൂടുതൽ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന ടൈം അങ്ങനെയൊക്കെ ആവും. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണെങ്കിൽ ആൾക്കാർ നമ്മുടെ വീട്ടിലെത്തും. അപ്പൊ റിലാക്സ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ യൂട്യൂബ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും. അങ്ങനെ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീഡിയോക്ക് വ്യൂസ് ഇല്ല അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോക്ക് ഒട്ടും തന്നെ റീച്ച് ഇല്ല എന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ തളരരുത്. കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു വീഡിയോ ഉറപ്പായിട്ട് റീച്ച് ആവും, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഒരു 10 കാര്യങ്ങൾ വേഗം തന്നെ പറഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഇനിയിപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമില്ല, ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് ആ ഒരു കാര്യത്തിൽ. അപ്പോൾ അതെന്താണ് ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്നുള്ള കാര്യം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും 10 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു യൂട്യൂബ് തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 10 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് തെറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ചെറിയൊരു തെറ്റ് കൊണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തന്നെ മൊത്തത്തിൽ ടെർമിനേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പുതിയൊരു അക്കൗണ്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടൊക്കെ വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഞാൻ കൂടുതൽ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്കും ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.